അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു പോസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ മുമ്പ് വിട്ടിട്ടുണ്ട്. അതാരും നിസ്സാരമായി അവഗണിച്ചു കളയരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. വിശുദ്ധമായ റമദാൻ മാസമാണ്. സ്വദഖ കൊണ്ടും സകാത്ത് കൊണ്ടും മുഖരിതമാകുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് നിങ്ങളുടെ അകമയിഞ്ഞ സഹായങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കുക. ഒരിക്കലും തന്നെ വെറുതെയായി പോവുകയില്ല. അർഹമായ കൈകളിലേക്കാണ് എത്തുന്നത്. അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അസ്സലാമു അലൈക്കും. സയദി, ഒരു കാര്യം വായിക്കുമ്പോൾ ശരിക്കും ആലോചിച്ച് നോക്കി നിങ്ങൾ. തിൽക സിഫാത്തുല്ലത്തി തഗയ്യലുഹാ ബി അസ്നാമിഹിം അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഈദിനി. ഇമാം റാസിയുടേതാണ്. ഇവിടെ വിവരിക്കുന്നിടത്ത് പറയുന്നത് എന്താണ്? ഓരോരുത്തരുടെയും ഇത്തിഖാദിൽ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അഭിപ്രായമുണ്ടോ? നമുക്ക് ആർക്കും അഭിപ്രായ ഭിന്നതല്ല. മറിച്ച് എന്താണ്? അള്ളാഹുവിങ്കൽ ശുപാർശയാണ്. അത് അനുമതി കിട്ടാതെ തന്നെ അവർക്ക് സ്വയം കഴിയുമെന്ന്. അത്രേ ഉള്ളൂ. പക്ഷേ അള്ളാന്റെ അടുത്ത് തന്നെ എന്തല്ലാ, അള്ളാന്റെ അടുത്ത് അത് മാറ്റപ്പെടുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന രണ്ടല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ അള്ളാഹു തന്നെ ആയിരുന്നു എന്ന്. അതായത് ഒരാൾക്ക് അനുവാദമില്ലാതെ തന്നെ ശുപാർശ ചെയ്യാനുള്ള അവസ്ഥയുണ്ട്. ആ സ്റ്റാൻഡേർഡ് അവർക്കുണ്ട്. അതിലെന്താ തെറ്റ്? നമ്മൾ തമ്മിലുള്ള തർക്കത്തിൽ എന്താ തെറ്റ്? ഒരു കൂട്ടർക്ക് അള്ളാഹ് അനുമതി കൊടുക്കണം. നമുക്കറിയാം എന്ത്? ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബ. അവിടെ മിണ്ടൂല. സത്യം പറഞ്ഞവരും അള്ളാഹ് അനുമതി കൊടുത്തവരും. എന്നാൽ അനുമതി കൊടുക്കാതെ തന്നെയുള്ള കഴിവുണ്ട് എന്ന് അവർ വിശ്വസിച്ചു. അത് അവരുടെ മൂഢവിശ്വാസമായിരുന്നു. പക്ഷെ അത് അള്ളാന്റെ അടുത്ത് തന്നെയാണ്. അള്ള ഇവിടെ നിന്ന് പോകുന്നില്ല. നിങ്ങൾ പറയണ അവർക്ക് വേറൊരു അള്ള ഉണ്ട് എന്നാണ് നിങ്ങളെ കൂട്ടർ. ഞാൻ ഈ ഗ്രൂപ്പിലും പല ഗ്രൂപ്പിലും കയറിയപ്പോൾ ഒരുപാട് അള്ളമാരുണ്ടായിരുന്നു. ഇമാം റാസി പറയുന്നുണ്ട് ലോകത്താരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മർമ്മത്തിൽ നിന്ന് ചർച്ച ചെയ്യും. നിങ്ങൾ മാന്യമായി ഈ കാര്യത്തിൽ ചർച്ച ചെയ്യുന്ന ഒരാളാണ്, വേറുള്ളവരെ പോലെയല്ല. അപ്പം നിങ്ങൾ പോയിന്റിൽ നിന്ന് ചർച്ച ചെയ്യും. പരലോകത്തെ രക്ഷപ്പെടാൻ ഇനി റമദാനിലെങ്കിലും അള്ളാഹു സത്യാസത്യ വിവേചനമായി അവതരിപ്പിച്ച ആ ഖുർആൻ കൊണ്ടെങ്കിലും വെളിച്ചം ലഭിച്ചവരുടെ കൂട്ടത്തിൽ പഠിച്ച സയദി അല്ലെ, പരലോകത്ത് എന്താ അവസ്ഥ? എന്തിനാ നിങ്ങൾ വാദിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഔലിയാക്കൾക്ക് സ്ഥാനം കൊടുക്കാനല്ലാതെ റബ്ബിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന ചർച്ചയാണോ ഇത്? ഒന്ന് നിഷ്കളങ്കമായി ഒറ്റയ്ക്ക് കിടന്നിട്ട് പൊന്നാര യൂസുഫ് സയദി നിങ്ങളൊന്ന് ആലോചിച്ചു. വലിശ്ശേരി സാഹിബേ, അള്ളാഹുവിന്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളിത് ചർച്ച ചെയ്യുന്നത്. കാരണം ഷിർക്കല്ലാത്തൊരു കാര്യത്തെ ഷിർക്കാണെന്ന് പറയുമ്പോൾ അതിന്റെ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കൽ നമ്മുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യമാണ് ഞാനിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കുള്ള എല്ലാ സുന്നി പണ്ഡിതന്മാരും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പോട്ടെ, ഈ അള്ള ഏതെന്നുള്ള ചർച്ച നമുക്ക് പിന്നെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങളെ വാദത്തിന് വേണ്ടി സമ്മതിക്കാം നമുക്ക്. യഥാർത്ഥ അള്ളാഹുവിൽ തന്നെയാണ് അവർ വിശ്വസിച്ച് നിങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചത് തന്നെ. കാരണം എൻ്റെ വാദത്തിലേക്ക് വരാൻ വേണ്ടി തൽക്കാലം നിങ്ങളെ വാദം നമ്മൾ സമ്മതിച്ചു തരാം. എന്നിട്ട് നമ്മുടെ മർമ്മപ്രധാനമായ വിഷയം എന്താ? ഇമാം റാസി റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഈ സമ്മതം അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ എന്നുള്ള ആ ഇതിന് എന്താണെന്നുള്ളത് വരച്ച് കാണിച്ചാണ് ഞാൻ എൻ്റെ മുകളിലെ വോയിസ്. എന്താണത്? ഞാൻ നേരത്തെ ഉദാഹരണ സഹിതം വിവരിച്ചു തന്നു. ആദ്യത്തെ UPA ഗവൺമെന്റ് അതിന് CPMന്റെ പിന്തുണ, 40 MP-മാരുടെ പിന്തുണ CPM കൊടുത്തിരുന്നു. അപ്പോൾ ആ മന്ത്രിസഭയിൽ ഒരു കാര്യം CPM ആവശ്യപ്പെട്ടാൽ അത് കോൺഗ്രസിന് നടത്തൽ നിർബന്ധമായ ബാധ്യതയായിരുന്നു എന്നതുപോലെയുള്ള അള്ളാഹുവിനോട് മലക്കുകൾ അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹുവിനോട് മലക്കുകൾ അവരുടെ ശുപാർശകരാണ് എന്ന് പറയുന്ന അവരുടെ ആരാധ്യ വസ്തുക്കൾ ഒരു കാര്യം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ അത് അള്ളാഹ്ക്ക് ചെയ്തു കൊടുക്കൽ നിർബന്ധമായ ബാധ്യതയാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിച്ച് പറയുന്നത്. മാലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുത്വാ. ഇല്ലെങ്കിൽ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് നിങ്ങളൊന്ന് പറ. മാലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുത്വാ എന്ന ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ പറ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തെറ്റാണോ? അപ്പോ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഹൗലായി ശിഫാഉന ഇൻദല്ലാഹ്, മലക്കുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അത് ശിർക്കാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ആണയിട്ട് പറയുന്നു. അപ്പൊ മൗലവിനോട് ഞാൻ ചോദിച്ച്,
അപ്പൊ മുസ്ലിങ്ങളാണെന്ന് നമ്മളും വിശ്വസിക്കുന്നുണ്ടല്ലോ, ഈ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അപ്പൊ മൗലവി പറയാ അത് ശിർക്കല്ല, കാരണം എന്താ നമ്മളത് ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ ചോദിച്ചത് കൊണ്ടാണ് ശിർക്ക് എന്ന് എവിടെ പറഞ്ഞു? മറുപടി പറയാം മൗലവി, നിങ്ങളെ ശിർക്കും തോന്നിയോ നിങ്ങളെ ശഫായത്തിൽ ഞാൻ കാണിച്ചു തരാം. ഒരു മൗലവിയും ഇങ്ങനെ റെഡിക്ക് കിട്ടലില്ല. ഇപ്പൊ നിങ്ങളെയാണെന്ന് റെഡിക്കൊന്ന് കിട്ടിയത്, എങ്ങനെ ബൈക്ക് വാ. അപ്പൊ ഇനി മറ്റുള്ളത് പറഞ്ഞ് രക്ഷപ്പെടാൻ പോണ്ട മൗലവി, റെഡിക്ക് ബൈക്ക് വാ, എന്താ പറയേണ്ടത്? അപ്പോ ഹൗലാ ശുഫാന ഇൻദല്ലാ എന്നുള്ളത് വെറും വിശ്വസിച്ചുകൊണ്ട് മാത്രമല്ല, അവര് ചോദിച്ചുകൊണ്ടാണ് ശിർക്ക് വന്നത്. അപ്പൊ ഈ വിശ്വാസം മാത്രം ഉണ്ടെങ്കിലോ? അതൊന്ന് പറഞ്ഞോട്ടെ. ഒരു കാഫിർ, മക്ക മുശ്രിക്ക് ഒരാൾ അങ്ങനെ വിശ്വസിച്ചു, ഓൻ തേടിയിട്ടില്ല. ഹൗലാ ശുഫാന ഇൻദല്ലാ എന്ന് ഒരാൾ വിശ്വസിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഓൻ തേടിയിട്ടില്ല. ഓ മുശ്രിക്കാണോ മുസ്ലിമാണോ? പറ മറുപടി. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വജഅലൂ ബൈനഹു ബൈനൽ ജിന്നത്തി നസബ, അവർ അള്ളാഹുവിന്റെയും ജിന്നുകൾക്കും ഇടയിൽ അവർ വിവാഹബന്ധമുണ്ട് എന്ന് വാദിച്ചവരായിരുന്നു അവർ. മൗലവി പറയാ, യഥാർത്ഥ അള്ളാഹുവിലല്ലേ അവർ വിശ്വസിച്ചത്. അപ്പോ ഇങ്ങനെ പെണ്ണുകെട്ടി നടക്കുന്നവർ അള്ളാഹുവിലാണ് അവർ വിശ്വസിച്ചത്. നിങ്ങളുടെ അള്ളാഹുവിലാണ് മുജാഹിദ് വിശ്വസിക്കുന്നത്? നമുക്കറിയില്ല. നമ്മൾ അള്ളാഹ് അങ്ങനെയല്ല. അപ്പോ ഒരു അള്ളാഹുവിനെ അവര് തരം താഴ്ന്നായിട്ട് പെണ്ണുകെട്ടി കുട്ടികൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ്, ഒരു സൃഷ്ടികളുടെ രീതിയിലാണ് അവർ അള്ളാഹുവിനെ കണ്ടത്. മുജാഹിദും അങ്ങനെ ഉണ്ടോ? മുജാഹിദ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ആയാലും, കാരണം കയ്യുണ്ട്, ഊരുണ്ട്, ചന്തിയുണ്ട്, അള്ള ഇങ്ങനെ കസാലമ്മ ഇരിക്കുമ്പോൾ കറകറാന്നുള്ള ശബ്ദമുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സൃഷ്ടികളുള്ള സാമീപ്യമാണ് അള്ളാഹുവിന്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുദിൽ നിന്നെല്ലാം പണ്ഡിതന്മാരോട് പറയുന്നത് നോക്ക്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു തഫ്സീർ ഖുർത്തുബിയാണ്, തആലല്ലാഹു അമ്മാ യഖൂലൂന ഉലുവൻ കബീറാ, അള്ളാഹു അതിൽ നിന്നെല്ലാം അങ്ങേയറ്റം പരിശുദ്ധനാണ്. അപ്പോൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു വിശദീകരിക്കുന്നത് നോക്ക്. പിന്നെ റവാ ഇബ്നു ജയ്ഹിനാൻ മുജാഹിദ് ഖാലു, മക്ക മുശ്രിക്കുകൾ പറഞ്ഞു, യാനി കുഫാർ ഖുറൈശിൻ, അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, ഫമൻ ഉമ്മഹാത്തുഹുന്ന, ആ പെൺമക്കളാകുമ്പോ അവരുടെ ഉമ്മ ഉണ്ടാവില്ല, അവരുടെ ഉമ്മ ആരാന്ന് ചോദിച്ചു. അപ്പൊ മക്ക മുശ്രിക്കുകൾ പറയാണ്, അള്ളാഹു തആല സറബാത്തുൽ ജിൻ, ജിന്നുകളുടെ നേതാക്കന്മാരുടെ പെൺമക്കളെ നോക്കി അള്ളാഹു വിവാഹം ചെയ്തു. എന്നിട്ട് അതിൽ നിന്നുണ്ടായ മക്കളാണ് ആര്? മലക്കുകൾ. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലും കാണാം. അപ്പോൾ ഈ നിലക്ക് തരം താഴ്ന്ന ഒരു വിശ്വാസമായിരുന്നു അള്ളാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചത്. എന്നിട്ട് അവര് ഹൗലാ ശുഫാന ഇൻദല്ലാ എന്ന് പറയുമ്പോൾ അതുപോലെയാണ് മുസ്ലിങ്ങളും സുന്നികളും പറയുന്നെന്ന്. എത്ര തരം താഴ്ന്ന വാക്കുകളാണ് ഈ മൗലവിമാര് അവരുടെ അനുയായികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്ന് സാന്ദർഭികമായി നാം ചിന്തിക്കുക. പിന്നെ മൗലവിന്റെ വലിയ സംശയം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അടിമയാണെന്നുള്ള നിലയ്ക്ക് ഇസ്തിഹാസ നടത്തിയിട്ടുണ്ടോന്ന്. ഈ ചോദ്യം ഫൈസൽ മൗലവിനോട് തന്നെ ഞാൻ ചോദിച്ചതായിരുന്നു. നിങ്ങളുടെ തൗഹീദിന്റെ പിന്നെ കുഞ്ഞീദ് മദനി ഉണ്ടാക്കിയ മാനദണ്ഡം ഉണ്ടല്ലോ, എന്തായിരുന്നു? മനുഷ്യ കഴിവിന് അതീതമായ കാര്യം ജീവിച്ചിരിക്കുന്നവരോടായിരുന്നാലും ചോദിക്കൽ ശിർക്ക് തന്നെയാണ്. അപ്പോ അത് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവകാശപ്പെടുകയാണ്, ഉഹ്യിൽ മൗതാ ബിഇദ്നില്ല, പിന്നെ മരിച്ചവരെ അള്ളാഹുവിന്റെ ഇതിനു കൊണ്ട് ഞാൻ ജീവിപ്പിക്കും എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഓ നബിയക്കും ബിമാ തഅകുലൂന മാ തദ്ഖിറൂന, അതും പിന്നെ അതേ പ്രകാരം ഞാൻ സുഖപ്പെടുത്തും. ഓ ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഹിയൽ മൗതാ ബിഇദ്നില്ല, അല്ലേ? പിന്നെ അന്ധത, വെള്ളപ്പാണ്ട് എന്നിവ ഞാൻ സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുന്നു. ഇത് അവകാശപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അന്ന് ഈസാ നബിനെ കൊണ്ട് വിശ്വസിച്ച ഒരു മുഅ്മിൻ പറയുകയാണ്, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മള് കുടുംബക്കാരെ തമ്മിൽ ഇപ്പോൾ സ്വത്ത് തർക്കമാണ്, അതുകൊണ്ട് എൻ്റെ ഉപ്പാനൊന്ന് ജീവിപ്പിച്ചു തരണം. ആ തർക്കം ഒന്ന് തീർക്കാൻ വേണ്ടി എൻ്റെ ഉപ്പാനെ ജീവിപ്പിച്ചു തരണം എന്ന് പറയുമ്പോൾ ഈസാ നബി പറയാ, ഇല്ല, ഇത് പടച്ചവനോട് ചോദിക്കേണ്ട കാര്യമാണ്, ഇത് എന്നോട് ചോദിക്കേണ്ട അല്ല എന്ന് പറഞ്ഞാൽ ആ ജനങ്ങൾ എന്താ പറയാ? എന്തിരിക്കാ ജനങ്ങൾ പറയാ? അല്ല ഈസാ നബി, നിങ്ങളല്ലേ അവകാശപ്പെട്ട വഹിയിൽ മൗത്താന്ന്, മരിച്ചവരെ ഞാൻ ജീവിപ്പിച്ചേരുന്ന് നിങ്ങളല്ലേ അവകാശപ്പെട്ടേ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ പറയാം അള്ളഹാനോട് ചോദിക്കുന്ന. അപ്പൊ നിങ്ങൾ അവകാശപ്പെടേണ്ട ആവശ്യമുണ്ടോ? അള്ളഹാനോട് എപ്പം ചോദിക്കാൻ നമുക്ക് അറിയുന്ന കാര്യം തന്നെ അല്ലേ? എന്ന് തിരിച്ച് മറുപടി ഉണ്ടാവില്ല. ആ വിശ്വസിച്ച ജനങ്ങൾ മടങ്ങി പോവുകയല്ലേ ചെയ്യാം അവരുടെ വിശ്വാസത്തിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്തായി പഠിപ്പിക്കുന്ന മൗലവിമാരെ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു അന്നത്തെ ഈസാ നബിനെ കൊണ്ട് വിശ്വസിച്ച ഒരു ജനത വന്നുകൊണ്ട്, ഈസാ നബിയെ, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങൾ കുടുംബത്തിൽ സ്വത്ത് തർക്കമാണ്, ആ തർക്കം തീരാൻ വേണ്ടി ഒന്ന് ജീവിപ്പിച്ചു കൊണ്ടാന്ന് പറഞ്ഞാൽ ആ ഈസാ നബിനെ കൊണ്ട് വിശ്വസിച്ച അന്നത്തെ മുസ്ലിം ഓൻ കാഫിറായി പോകുമോ ഈ തേടൽ കൊണ്ട്? നിങ്ങൾ കുഞ്ഞീദ് മദനിന്റെ മാനദണ്ഡ പ്രകാരം ഈ ആൾ കാഫിറായി പോയില്ലേ? പോട്ടെ, നമ്മുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ
പിന്നെ ജനങ്ങൾ വന്ന് ചോദിച്ചപ്പോഴല്ലേ ചന്ദ്രൻ പിളർന്ന സംഭവം. നമ്മൾ കേരളക്കാർ മുസ്ലിമാകേണ്ടതിന്റെ കാരണം തന്നെ എന്താ? ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന അന്നത്തെ രാജാവ് ചന്ദ്രൻ പിളർന്ന അത്ഭുതം കണ്ടിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് മക്കയിലേക്ക് അന്വേഷണത്തിന് വേണ്ടി വിടുന്നത്. അങ്ങനെയാണ് അവിടുന്ന് സ്വഹാബത്ത് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബത്ത് ഇവിടെ കേരളത്തിലേക്ക് വരുന്നതും കേരളക്കാർ മുസ്ലിമാകുന്ന ചരിത്രം അത് തന്നെയാണ്. അപ്പൊ ആ സംഭവം ഉണ്ടായത് തന്നെ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നബിയെ അങ്ങ് പ്രവാചകനാണ് എന്നതിന്റെ മേൽ ഒരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടാ എന്ന് അന്നത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തല്ലേ. നിങ്ങളെ വിശ്വാസപ്രകാരം എന്താ? റസൂലുള്ളാഹിനോട് ഷിർക്കിൽ ഷിർക്കാണ്. അപ്പൊ ഷിർക്കിലൂടെയാണ് റസൂലുള്ള തൗഹീദ് പ്രചരിപ്പിച്ചതെന്നാ. എന്തെന്നാ പോയത്തൊക്കെ നിങ്ങൾ ഈ പോയത്തം പറയുന്നത്? എന്താണ് ഈ വഹാബിസം എന്ന് പറഞ്ഞാല്? സുബ്ഹാനല്ലാഹ്, ഈ നിങ്ങളെ തൗഹീദൊന്നും റസൂലുള്ളാഹിക്ക് തിരിഞ്ഞിട്ടില്ല എന്നായി. യാ ഇബാദുല്ലാഹിനി അതുകൊണ്ടല്ല നിങ്ങൾ ദുർവ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ അത് പിന്നെ അതുകൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് ലൈഫാണെന്ന് ആരും പറഞ്ഞ് തള്ളിയിട്ടില്ല. അത് ഹസനാണോ സഹിയാണോ എന്നുള്ളതിലെ തർക്കേ ഉള്ളൂ. ഹസനായിരുന്നാലും സഹി ആയിരുന്നാലും രണ്ടും ഹുജ്ജത്തിന് പറ്റും എന്നതിൽ ഉസൂലിൽ ഹദീസിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ഏതായിരുന്നാലും അത് ലക്ഷ്യത്തിന് പറ്റും എന്നുള്ളതിന് തർക്കമില്ല. അത് ഹസനാണോ സഹിയാണോ എന്നുള്ളതിലേ തർക്കമുള്ളൂ. അപ്പോ അത് ഹസനാവാനുള്ള ന്യൂനതയായി പറഞ്ഞ പണ്ഡിതന്മാർ അവരുടെ ഇബാറത്ത് എടുത്ത് കോട്ട് ചെയ്തുകൊണ്ടാണ് മൗലവി പറഞ്ഞത് ആ ഹദീസ് ലൈഫാണ്. ഹദീസ് ലൈഫാണ് നിങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് തെളിയിക്ക്. ഫീഹ് ലോഫ്, അതെ, ഫീ ഹിഫ്ലിഹി ലോഫ് എന്ന് പറഞ്ഞ ഹദീസ് ലോഫ് ഉണ്ട്. മൗലവി ലോഫ് എന്നുള്ള പദം കാണുമ്പോഴത്തേക്ക് മൂപ്പര് വിചാരിച്ച് ഹദീസിന്റെ ലൈഫാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയിൽ ചെറിയൊരു ബലഹീനതയുണ്ട് എന്നല്ലാണ്ട് ഹദീസ് ബലഹീനത ഉണ്ട് എന്നല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഹദീസ് ഹസനിലേക്ക് എത്താൻ കാരണം. നിങ്ങൾ അൽബാനി പോലും പഠിപ്പിച്ചില്ലേ. അപ്പൊ നിങ്ങള് തൗഹീദ് നന്നായിട്ട് പഠിച്ചിട്ട് പോവാ മക്കളാദ്യം.